എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലെ ഓണം സീരീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കപ്രഥമൻ. ചക്കപ്രഥമന് വേണ്ടിയുള്ള ചക്കയെല്ലാം ഞാൻ കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്നത് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് തേങ്ങാപ്പാൽ, ഇത് സെക്കൻഡ് തേങ്ങാപ്പാൽ. ഇപ്പോൾ ഒരു 1/2 കിലോയ്ക്ക് വേണ്ടിയുള്ള ചക്കയുണ്ട്. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 200 ഗ്രാം ശർക്കരയാണ്. മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് 250 ഗ്രാമോളം എടുക്കാം. ഞാൻ 200 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. ഉരുളി അടുപ്പത്ത് വെച്ച് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. ഈ നെയ്ക്കകത്ത് കിടന്ന് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നെയ്ക്കകത്ത് ഒന്ന് വഴന്ന് വരണം. നല്ല പഴുത്ത ചക്കയാണ്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നെയ്യിൽ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ സെക്കൻഡ് പാലിൽ കിടന്ന് വേണം ഈ ചക്ക വേവാൻ. വരിക്ക ചക്ക ആയതുകൊണ്ട് ഇച്ചിരി താമസം കാണും വേവാനായിട്ട്. ഇതിനകത്ത് ചൗര്യം ഒന്നും ചേർക്കണ്ട. ശർക്കരയിലും ചെയ്യാം, പഞ്ചസാരയിലും ചെയ്യാം. പഞ്ചസാര ചെയ്താൽ നല്ല പാൽ പായസം മാതിരി ഇരിക്കും. തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുറുകും. തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുവും പാൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാലിൻ്റെ അത്രയ്ക്കൊരു ടേസ്റ്റ് പശുപാൽ ചെയ്താൽ വരത്തില്ല. അങ്ങനെ തേങ്ങാപ്പാൽ കിടന്ന് ചക്കയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയിലിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കൂടെ ചേർന്ന ചക്കയ്ക്കകത്ത് നല്ലോണം ഒന്ന് പിടിക്കുന്നിടം വരെ. ശർക്കര പാനി ആദ്യം ഒഴിച്ച് കൊടുത്താൽ ചക്ക വേവാൻ ഇച്ചിരി താമസം എടുക്കും. അതുകൊണ്ട് രണ്ടാം പാലിൽ തന്നെ അത് വേവിച്ചെടുക്കണം. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഇച്ചിരി ചൂടുവെള്ളത്തിൽ കലക്കിയാൽ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു നല്ലൊരു കുറുക്ക് കിട്ടും. ഒരുപാട് ചേർക്കരുത്, 2 ടീസ്പൂൺ. 2 പൊട്ടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കുക. അങ്ങനെല്ലാം വെന്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ആ ചൂടിൽ തന്നെ കിടന്നോളും. അങ്ങനെ നമ്മുടെ ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത്. ഇപ്പോൾ ചക്ക സീസണല്ലേ, എല്ലായിടത്തും ചക്കയുണ്ടല്ലോ. തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ ഇത് ശർക്കര പാനിയിലിട്ട് നല്ല വരട്ടി വയ്ക്കാമെങ്കിൽ വെള്ളമയമൊന്നും ഇല്ലാതെ എടുത്ത് നല്ലതുപോലെ ആക്കി നല്ലൊരു കണ്ടെയ്നറിനകത്താക്കി ഫ്രീസറിൽ വെച്ചാൽ ഇത് 1 വർഷം വരെ ഉപയോഗിക്കാം. അതിനകത്ത് തേങ്ങാപ്പാൽ അങ്ങനെ ഒന്നും ചേർക്കത്തില്ല. ശർക്കര പാനിയിലായിരിക്കണം. നെയ്യും. നമുക്ക് വല്ലന്തരം ചക്കയില്ലാത്ത സീസണുകളിൽ വല്ല ഇലയടയോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുഴക്കട്ടയോ ഒക്കെ ഉണ്ടാക്കാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഇത് ചെയ്ത് നോക്കണം. നമ്മളെ സാധാ പ്രഥമനെക്കാട്ടിൽ എളുപ്പം ചെയ്യാവുന്ന, പെട്ടെന്നൊരു പായസം കുടിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പ്രഥമനാണിത്.
ഇനി ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചേക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അടപ്രഥമൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ. എല്ലാവരും ഒന്ന് കാണണേ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഓണസദ്യ റെസിപ്പികളെല്ലാം ഇടുന്നുണ്ട്. ലോങ് വീഡിയോ ആയും ഷോർട്ട്സ് വീഡിയോ ആയിട്ടും ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ.